അബുവിൻ്റെ മരണം ആഘോഷിക്കുന്നവരോട് രണ്ട് വാക്ക്. ജീവിതമാണ്. ജീവിതത്തിൽ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാവരും നേരിടേണ്ടി വരും. ജീവിത വഴിത്താരയിൽ പലപ്പോഴും പല പ്രയാസങ്ങളെയും നേരിട്ട് അതിജീവിക്കുന്ന ആളുകളാണ് കൂടുതലും. എങ്കിലും പലപ്പോഴും ജീവിതയാത്രയിൽ കാലിടറാറുണ്ട്. അവർ വീണു പോകാറുമുണ്ട്. വീണു പോയ ആളുകളെ കൈപ്പിടിച്ചുയർത്തുക എന്നുള്ളത് സമൂഹത്തിൽ ജീവിക്കുന്ന സാമൂഹ്യ ജീവികളായ നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. ചില ആളുകൾ ജീവിതം അവസാനിപ്പിച്ച് ഈ നൈമിഷിക ജീവിതത്തിൽ നിന്ന് രക്ഷ നേടുന്നവരുണ്ടാകും. പക്ഷേ ദീനിന്റെ കാഴ്ചപ്പാട് റബ്ബ് തന്ന ജീവൻ അത് തിരിച്ചെടുക്കാൻ റബ്ബിനല്ലാതെ വേറൊരാൾക്കും അവകാശമില്ല എന്നതാണ് മുസ്ലിമിന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ജീവൻ കളയുന്നതിന് വൻ പാപമായി തന്നെ എണ്ണിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടിട്ട് ജീവിതം ഒരു തുണ്ട് കയറിൽ അല്ലെങ്കിലും ആത്മഹത്യയിലേക്ക് മുസ്ലിം സമൂഹം കൂടുതലും പോകാത്തത്. എങ്കിലും വളരെ ദുർലഭം, വളരെ ചുരുക്കം ചില ആളുകൾ മാത്രം അതിൽ അകപ്പെട്ടു പോകുന്നുമുണ്ട്. കാരണം അവരുടെ മാനസിക സ്ഥിതിയാണ്. അവരുടെ മനസ്സിന്റെ വിഷമം കൊണ്ട് താങ്ങാൻ കഴിയാതെ ഒരു നിമിഷത്തിൽ അവരുടെ മനസ്സ് പതറിപ്പോകുന്ന കാരണം കൊണ്ടാണ്. അവർക്ക് റബ്ബ് ചിലപ്പോൾ പുറത്തു കൊടുത്തേക്കാം. അത് റബ്ബിന്റെ അടുക്കലുള്ള കഥയാണ്. അങ്ങനെ ജീവിതം കൈവിട്ടുപോയി ജീവിതം ഒരു ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ ഒരു തുണ്ട് കയറിലേക്ക് ഒടുക്കിയിട്ട് അവസാനിപ്പിച്ച അഹ്ലുകാരെ ഒരു കാരണവശാലും അവരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ മരിച്ച ആളുകളെ കുറിച്ച് ചീത്ത വാക്കുകളോ അവരുടെ നന്മകളല്ലാതെ വേറൊന്നും എടുത്തു പറയാൻ പറ്റില്ല, പാടില്ല എന്ന് പഠിപ്പിച്ച മുത്തുനബിന്റെ മതം സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ്. ആ മുത്തുനബി പഠിപ്പിച്ചതിന് നേരെ വിപരീതമായിട്ട് ദീനിനെ പറയിപ്പിക്കാൻ വേണ്ടി മതത്തിന്റെ വാലുകൾ കൂട്ടിച്ചേർത്ത് ഏതെങ്കിലും ബിരുദധാരികൾ പറയുന്നുണ്ടെങ്കിൽ അത് തലയിൽ തൊപ്പിവെച്ചവനായാലും ശരി, കെട്ടിയവനായാലും ശരി, തെറ്റാണ്. ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്തതാണ്. അവർ എങ്ങനെ മരിച്ചാലും അത് മരണത്തിന്റെ കാരണം ഇനി കാരണം കൊണ്ടാണ്, ഇനി ആളുകളെ ദ്രോഹിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇനി ആളുകളെ കുറിച്ച് മോശം പറഞ്ഞതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അബുവിന്റെ മരണം അല്ലെങ്കിൽ ഒരാളുടെ മരണത്തിൽ ആഘോഷിക്കുന്നവർ ഒന്ന് തിരിച്ചറിയണം. നിങ്ങളുടെ ആഖിബത്തും എങ്ങനെയാണെന്ന് ഒരാൾക്കും പ്രവചിക്കാൻ കഴിയില്ല. അവർ ആരുടെയും അവസാനം എങ്ങനെയാണെന്ന് പ്രവചിക്കാൻ കഴിയില്ല തന്നെ. നിങ്ങളുടെയൊക്കെ മരണം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മരണം എങ്ങനെയായിരിക്കുമെന്ന് റബ്ബിന് മാത്രമേ അറിയുള്ളൂ. ആ റബ്ബിനെ മറന്നുകൊണ്ട് അവന്റെ ഒരാളുടെ മരണത്തിൽ സന്തോഷിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെയൊക്കെ മനസ്സിന്റെ മാലിന്യം എത്രയാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. അവൻ ചിലപ്പോൾ അവൻ പറഞ്ഞതിൽ അവൻ കേരിക്കുകയോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ആരോടെങ്കിലും പറഞ്ഞിട്ട് അത് പൊരുത്തപ്പെടുകയോ ചെയ്തിട്ട് ആണവൻ ഈ ലോകത്ത് നിന്ന് പോയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ ആരോട് മാപ്പ് ചോദിക്കും? നിങ്ങൾ ആരോട് ക്ഷമാപണം നടത്തും? പ്രത്യേകിച്ച് സമുദായത്തിലും സമൂഹത്തിലും പറഞ്ഞു കൊടുക്കേണ്ടവരും പഠിപ്പിച്ചു കൊടുക്കേണ്ടവരും ഈ രീതിയിലാണോ നിങ്ങൾ ജനങ്ങളോട് സംവദിക്കുന്നത്? ഇതാണോ ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, കാണിച്ചു കൊടുക്കുന്നത്? ഒരിക്കലും പറയാൻ പറ്റാത്ത വാക്കുകളല്ലേ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മോശാവസ്ഥകളെ കുറിച്ച് മിണ്ടാതിരിക്കുകയല്ലേ വേണ്ടത്? അവരുടെ നന്മകളല്ലേ എടുത്തു പറയേണ്ടത്? പിന്നെന്തിന് ഒരാളെ വലിച്ചു കയറിയിട്ട് ചുമരിൽ ഒട്ടിക്കേണ്ട ആവശ്യം? ഓർക്കുക, നമ്മുടെ മരണവും റബ്ബിന്റെ കൈകളിലാണ്. ഏത് രൂപത്തിലാണ് അള്ളാഹുവിന് മാത്രമേ പറയുള്ളൂ.